ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈറ്റിയിൽ ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ്. അപ്പോൾ സാധാരണ നമ്മളിത് ഇങ്ങനത്തെ നെക്ക് ഡിസൈൻസ് കുർത്തീസിലൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്കിത് ഒരു നൈറ്റിയിൽ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ നൈറ്റിയിൽ പീസിലുള്ള ഏതെങ്കിലും ഒരു കളർ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു കളർ തുണി നിങ്ങൾ എടുക്കണം. ഇതൊരു നൈറ്റി ബിറ്റാണ്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് കളർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ക്യാൻവാസ്, നമുക്ക് അയൺ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നെക്കിൻ്റെ വീതി ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്കും ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഞാനിവിടെ 3 കൊടുത്തത്, പക്ഷേ നെക്ക് കുറച്ച് കയറിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഒന്ന് ചേർത്തിട്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. 3.5 ഇഞ്ചാണ്, അത് മാറിപ്പോയതാണ്. 3.5 തന്നെയാണ് കൊടുക്കാൻ വിചാരിച്ചത്. അതുകൊണ്ട് നിങ്ങളത് 3.5 തന്നെ, രണ്ട് ഭാഗത്തേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ബോക്സ് പോലെ വരച്ചിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് ഒരു റൗണ്ട് കഴുത്താക്കി മാറ്റുക. ഇങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ വരച്ച റൗണ്ട് കഴുത്തിൽ നിന്നും എല്ലാ സൈഡിലേക്കും ഒരു 2 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഇപ്പോൾ വരച്ചതിൽ നിന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. നേരത്തെ വരച്ച സ്ക്വയർ എന്നല്ല. ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്ത റൗണ്ട് കഴുത്തിൽ നിന്നും എല്ലാ സൈഡിലേക്കും 2 ഇഞ്ച് അങ്ങ് അടയാളപ്പെടുത്തിയിട്ട് അതും വരച്ചെടുക്കണം. അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു ഇഞ്ചും കൂടി ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് വരച്ചെടുക്കണം. നേരത്തെ 2 ഇഞ്ചിൽ വരച്ച അതിൽ നിന്നും ഓരോ ഇഞ്ച് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ നെക്കൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ വരച്ചതിലൂടെ തന്നെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ 2 പീസ് നമുക്ക് ആവശ്യമുള്ളതാണ്. ആ ഉള്ളിലുള്ള പീസ് മാത്രമേ വേണ്ടാണ്ടുള്ളൂ. ഈ 2 പീസാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരു വലിയ നെക്കിൻ്റെതും ഒരു ചെറിയ നെക്കിൻ്റെതും. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. ഈ വലിയ നെക്കിൻ്റെ ഈ പീസാണ് നമ്മൾ നേരത്തെ എടുത്ത കോൺട്രാസ്റ്റ് തുണിയിൽ വെച്ചിട്ട് ആദ്യം തയ്ച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് അയൺ ബോക്സ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇതിൽ ഞാനിവിടെ ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വെക്കണം താഴെ, എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴത്തെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിനെ ആ ക്യാൻവാസ് പീസിലേക്ക് നല്ല കറക്റ്റായിട്ട് ഒന്ന് തയ്ച്ച് യോജിപ്പിക്കണം. അപ്പം ഞാനിവിടെ ഇത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നൈറ്റി പീസിലേക്ക് വെച്ച് തയ്ച്ചെടുക്കാം, കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നൈറ്റി പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്താണ് നമ്മളിതിങ്ങനെ വെക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്ത് ആദ്യം തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റ് മിഡിൽ പോയിൻറ്റ് കണ്ടുപിടിക്കുക. നടുക്കുള്ള പോയിൻറ്റ് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ രണ്ടും യോജിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാൻ. ആ പീസിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നൈറ്റി പീസിൻ്റെ അതിൻ്റെ കൃത്യ നടു പോയിൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഒരു കട്ട് കൊടുക്കുക. അങ്ങനെ കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിൻറ്റും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് കൃത്യം അതിൻ്റെ ഉള്ളിലൂടെ ആ ക്യാൻവാസിൻ്റെ മേലെ ടച്ച് ആവാതെ വേണം ഒരു സ്റ്റിച്ച് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മറിച്ചിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്യാം.
ഞാനിവിടെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. നമ്മളിതിങ്ങനെ മറിച്ചിട്ട് തയ്ക്കുമ്പോൾ നല്ല കറക്റ്റായി പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട്സ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ചുളിവുകളുണ്ടാവും. അപ്പോൾ ഇത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ കട്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ഭാഗത്തേക്കൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പം ഈ ക്യാൻവാസ് ഇങ്ങനെ തയ്ച്ചു കൊടുത്തതിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലൊരു തയ്യൽ കൊടുക്കണം, ക്യാൻവാസിൻ്റെ മുകളിലൂടെ വരുന്ന രീതിയിൽ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് തിരിച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. നല്ല പെർഫെക്റ്റായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തറ്റത്ത് കൂടി ഒരു തയ്യൽ കൊടുത്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് മറ്റേ പീസ് എടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൽ രണ്ടാമത്തെ ഒരു നെക്ക് പീസില്ലേ, അതെടുത്തിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഏതാണെന്ന് വെച്ചാൽ പേപ്പർ ഇങ്ങനെ വെച്ച് രണ്ടായി മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നേരത്തെ കട്ട് ചെയ്ത ആ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 2 പിന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് പൊസിഷൻ മാറാതെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കായ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്ന് ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ബാക്കിയുള്ള ഭാഗം അതുപോലെ തന്നെ കൃത്യമായി കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് പീസിൻ്റെ അതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ 1/2 ഇഞ്ച് അധികം കട്ട് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ള ഭാഗവും ആ ക്യാൻവാസിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്താൽ മതി. അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിൻ അയച്ച് മാറ്റാം. ഇനി നമുക്ക് ആ പേപ്പർ പീസ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത പീസേ ആവശ്യമുള്ളൂ. നേരത്തെ നമ്മൾ നെക്കിന് ഉപയോഗിച്ച തുണിയിൽ നിന്നും കുറച്ചിങ്ങനെ സ്ക്വയറായിട്ട് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കണം. എന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ക്വയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്രയാണെന്ന് അറിയില്ല. ആവശ്യത്തിന് നമുക്കൊരു ഇപ്പം ഞാനൊരു 14 എടുത്തിട്ടുള്ളത്. തൽക്കാലം അത്ര കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്തിയില്ലെങ്കിൽ പിന്നെയും കട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 3 ഇഞ്ച് വരുന്ന രീതിയിലുള്ള സ്ക്വയർ പീസുകളും അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിന്നൊക്കെ അയച്ച് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആ ന്യൂസ് പേപ്പർ ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ സ്ക്വയർ പീസുകൾ 2ആയിട്ട് മടക്കിയിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ ഇതിൽ തയ്ച്ചെടുക്കാനാണ് പോകുന്നത്. അതായത് ഒരു പീസ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. അപ്പോൾ ഇതുപോലുള്ള ട്രയാങ്കിളായിട്ടുള്ള പീസുകൾ കിട്ടും. എന്നിട്ട് നമ്മളിതിൻ്റെ 2 അറ്റത്തും ഈ അറ്റത്തും ഇപ്പുറത്തെ അറ്റത്തും ഇതുപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കണം. ഒരു ട്രയാങ്കിളിൻ്റെ മുകളിലേക്ക് അടുത്ത ട്രയാങ്കിൾ കുറച്ചൊന്ന് കയറി നിൽക്കുന്ന രീതിയിൽ വേണം തയ്ച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ അറ്റത്തും ഇതിങ്ങനെ അറ്റത്തു നിന്ന് തുടങ്ങുക. ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഏകദേശം ഒരു പകുതി ആകുമ്പോൾ അടുത്ത പീസ് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് കയറി നിൽക്കുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഭാഗം മുഴുവൻ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിൽ അതിൻ്റെ മറ്റേ ഭാഗത്ത് വരുന്ന പീസിൻ്റെ ആ ഒരു കോണ്, ഇതിൻ്റെ ഒരു കോണ്, അതായത് ഇതിൻ്റെ ഒരു പോയിന്റിൽ ആ 2 പോയിന്റുകളും ഒരേ സ്ഥലത്ത് വരുന്നത്, അതൊരു കൂട്ടിമുട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടി. ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാണ്ടെന്നറിയില്ല. വീഡിയോ ഒന്ന് കണ്ടുനോക്കുക, നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിച്ചൊന്ന് കാണാം, അപ്പോൾ മനസ്സിലാവും. ഈ ഒരു ഭാഗത്ത് നമ്മൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ ആ കൂർത്തറ്റത്ത് മറ്റേ അറ്റത്ത് വരുന്ന കൂർത്തറ്റം ടച്ച് ആവുന്ന രീതിയിൽ ഇതിപ്പോൾ കാണിക്കുന്ന പോലെ ഈ 2 അറ്റം ഇങ്ങനെ മുട്ടുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നെക്കിൻ്റെ ഡിസൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ നേരത്തെ കഴുത്ത് ഫിനിഷ് ചെയ്ത് വെച്ച ഫ്രണ്ട് പാർട്ട്, നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ താഴെ ഒന്ന് തയ്ച്ച് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ പീസുകൾ ഇങ്ങനെ തയ്ച്ചു കൊടുത്തപ്പം ഒരു തയ്യൽ വന്നിട്ടുണ്ടാവുമല്ലോ. ആ തയ്യൽ നമ്മൾ ഇപ്പോൾ വെക്കാൻ പോകുന്ന ഫ്രണ്ട് പാർട്ടിൻ്റെ താഴെ, അതായത് കാണാത്ത രീതിയിൽ വേണം ഇതിങ്ങനെ വെച്ച് കൊടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഈ കാണുന്നത് പോലെ അതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് അറ്റത്തൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗം ഫിനിഷ് ചെയ്യണം. അതിന് വേണ്ടി കുറച്ചിങ്ങനെ ക്രോസ് പീസസ് എടുക്കണം. ഞാൻ കുറച്ച് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ള പീസൊന്നും നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു നീളത്തുള്ള പീസാക്കിയിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ പാർട്ട് എടുത്ത് അതിൻ്റെ ബാക്ക് വശത്ത് ആ പേപ്പറോട് കൂടി തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം. സാധാരണ നമ്മൾ നൈറ്റിയുടെ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ
ഇങ്ങനെ തയ്ച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം മുൻവശത്തേക്ക് നമുക്ക് രണ്ടായിട്ട് മടക്കി തയ്ക്കാം. ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്ന് മടക്കിയതിന് ശേഷം ചെറിയ പൈപ്പിംഗ് പോലെ നമുക്കിങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതേതുപോലെ മുന്നോട്ടേക്ക് എടുത്തിട്ട് ഒരു മടക്കി പിന്നെ ഒരു മടക്കിയതിന് ശേഷം മടക്കിൻ്റെ അറ്റത്തുകൂടെ തയ്ച്ചു കൊടുക്കണം. അങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോഴും നേരത്തെ പോലെ ആ കഴുത്തിൻ്റെ ഡിസൈന് നമ്മൾ തയ്ച്ചു കൊടുത്താൽ ആ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അതിൻ്റെ മുകളിലൂടെ വേണം ഇതും തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല കറക്റ്റായി ഫിനിഷായി കിട്ടും. അങ്ങനെ നമ്മൾ നൈറ്റിയുടെ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ 2 ട്രയാങ്കിളും ഇങ്ങനെ വിട്ടാണ് നിൽക്കുന്നത്. ഇവ പേപ്പർ നമ്മൾ കീറിക്കളഞ്ഞ ഇത് രണ്ടും വേറെ വേറെ ഭാഗം തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ 2 ട്രയാങ്കിളിൻ്റെ ആ പോയിൻറ്റുകൾ ഒന്ന് തുന്നിക്കൊടുക്കണം. വെറുതെ തുന്നിക്കൊടുക്കുന്നതിന് പകരം തുന്നിക്കൊടുത്ത ആ പോയിൻറ്റിൽ നമുക്ക് കുറച്ച് പേഴ്സും കൂടി വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും. നല്ല ഡിസൈനർ നെക്കുള്ള ഒരു നൈറ്റി നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി അത് ചെയ്തെടുക്കാം. നമുക്ക് അതിപ്പോൾ ആ 2 പീസും നമ്മൾ ഒരേ ഒരു ബന്ധം ഈ ഒരു തുന്നലാണ്. അതുകൊണ്ട് 2-3 തവണ നല്ല 2 ഇഴ നൂലെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തുന്നിക്കൊടുക്കണം. 2-3 തവണ ഇങ്ങനെ മുകളിലേക്ക് താഴേക്കെടുത്ത് തുന്നിക്കൊടുത്തതിന് ശേഷം പിന്നെ പേളിട്ടിട്ട് അവിടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ പേളൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. ഒരു കുർത്തീൻ്റെ നെക്ക് ഡിസൈൻ പോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് നൈറ്റിയിൽ ചെയ്തെടുക്കാം. അതുപോലെ ആ സ്റ്റിച്ച് നമ്മൾ തുന്നിക്കൊടുക്കും. ആ തുന്നലുകൾ കാണില്ല എന്നുള്ള ഗുണം കൂടിയുണ്ട്. ഈ പേളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ വുഡൻ ഷോ ബട്ടണുകളൊക്കെ കിട്ടുന്നില്ലേ, അതും വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഭംഗിയായിരിക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ ഞാനിങ്ങനെ തുന്നി കൊടുക്കുന്നത് കാണിക്കട്ടെ. പേപ്പറോട് കൂടി തന്നെ എല്ലാം ചെയ്താൽ മതി. ലാസ്റ്റ് മാത്രമേ പേപ്പർ കളയണ്ടൂ. ഇല്ല നമുക്ക് ആകെ ഒന്ന് കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പേളും കൂടി വെച്ച് കൊടുത്താൽ അതിൽ ഒന്ന് റെഡിയായി കിട്ടും. അതുപോലെ നമുക്ക് ബാക്കി മുഴുവൻ ചെയ്തെടുക്കാം. ഇതിങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. ഇത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും പേൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഇത് സാധാരണ ചെയ്യുന്നത് പോലെ ബാക്ക് പാർട്ടോട് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് പീസിനും ഫേസിങ്ങൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം രണ്ടിൻ്റെയും ഷോൾഡറും കൂടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ബാക്ക് പീസിനും ഇതുപോലെ നേരത്തെ ചെയ്തപ്പോൾ നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അരയിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് ആ ജോയിൻറ്റിൻ്റെ അവിടെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട്, സാധാരണ നമ്മൾ നൈറ്റി ഷോൾഡർ യോജിപ്പിക്കുന്നത് അങ്ങനെയല്ലേ, നമ്മുടെ ഈ സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ വരുന്ന രീതിയിൽ ഫ്രണ്ട് പാർട്ട് വെച്ച്, അതായത് ആ ക്രോസ് പീസിൻ്റെയും മറ്റേ ബാക്ക് പാർട്ടിൻ്റെയും ജോയിൻറ്റ് വരുന്നിടത്താണ് നമ്മൾ കൃത്യമായിട്ട് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കാണുന്നത് പോലെ ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഫേസിങ് ഇതിൻ്റെ മേലേക്ക് കൂടെ വെച്ചതിന് ശേഷം വേണം ഷോൾഡർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഷോൾഡർ യോജിപ്പിക്കണം. വലിച്ചൊന്ന് യോജിപ്പിക്കണം. അതുള്ള പോലെ യോജിപ്പിച്ചാൽ മതി. കാരണം മുകളിലാണ് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഉള്ളതുപോലെ യോജിപ്പിച്ചാൽ മതി. എക്സ്ട്രാ വരുമ്പോൾ നമുക്ക് കൈക്കൊണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ആ ഫേസിങ്, അതായത് നമ്മുടെ ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് മടക്കിയിട്ട് ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കാം. രണ്ടായി മടക്കുക. ആദ്യം ഒരു മടക്കി പിന്നെ ഒരു മടക്കിയിട്ട് ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് കീറിക്കളയാം. ഇനി അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ആവശ്യമില്ല. പതുക്കെ അത് കീറിക്കളയാം. ഈ നെക്കിൻ്റെ ബാക്ക് വശത്തുള്ള ആ ക്രോസ് പീസ് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഷോൾഡർ മുതലേ തുടങ്ങാം. കാരണം ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ തയ്യലിൻ്റെ ഭാഗം പുറത്തേക്ക് കാണും. അപ്പോൾ അത് ഉള്ളിലേക്ക് ബാക്ക് വശത്തോട്ട് മടക്കി വെച്ചിട്ട്, അതായത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആ തയ്യലിൻ്റെ ഭാഗം ബാക്ക് വശത്തേക്ക് ആക്കിയതിന് ശേഷം ഷോൾഡറിൻ്റെ അറ്റത്ത് മുതലേ കൊണ്ടുവന്ന് പിന്നെ ബാക്കത്തെ ക്രോസ് പീസ് മുഴുവനായും തയ്ച്ച് അടുത്ത ഷോൾഡറിൻ്റെ അതിലും അതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഒരു ഷോൾഡറിൽ നിന്ന് തുടങ്ങിയിട്ട് ബാക്കിലൂടെ പോയി അടുത്ത ഷോൾഡറിൽ തീരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ഡിസൈനിൻ്റെ ആ ഗ്യാപ്പിലൂടെ ബാക്കത്തെ അതായത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണില്ല. ആ ഭാഗം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലീവ് ഒന്നും കട്ട് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല. നോർമലി നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ട് അതും യോജിപ്പിച്ച് കൊടുക്കുക. അത് വെപ്പിച്ച് താഴെ ഭാഗത്തും രണ്ടായി മടക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നൈറ്റി ഡിസൈനർ നെക്ക് വെച്ചിട്ടുള്ള അടിപൊളി നൈറ്റി റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണുള്ളത്. ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നൈറ്റി ബിറ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു പീസ് തുണി എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.